2025 മാർച്ച് ആയിട്ടേ ഉള്ളൂ കേട്ടോ 18. ഇപ്പം മാർച്ച് ആയപ്പോഴേക്ക് ഇതൊക്കെയാണ് അവസ്ഥയെങ്കിൽ ഡിസംബർ ആകുമ്പോഴേക്ക് എന്താവും എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. വളരെയധികം കോരിത്തരിച്ചൊരു കേസിൻ്റെ പറ്റി സംസാരിക്കാനാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. ഇപ്പം കറൻ്റ്ലി 2 കേസുകൾ മെയിൻ ഡിസ്കഷനിൽ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്താണ്, ഒരു ലഹരിക്ക് ഉപയോഗിക്കുന്ന ഒരാൾ വീട്ടിൽ വന്നിട്ട് ഭാര്യനെ വെട്ടിക്കൊന്ന ഒരു കേസ്, ഒരു കൊലപാതകത്തിലോട്ട് പോയൊരു കേസും. എന്നാൽ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ 12 വയസ്സുകാരി 4 മാസം പ്രായമുള്ള കുഞ്ഞിനെ കിണറ്റിലിട്ടൊരു കേസും. അത് ഞാൻ അങ്ങോട്ട് മാറ്റി വെച്ചു. ഇതിപ്പോൾ നമ്മൾ റീസെൻ്റ്ലി ഇടയ്ക്കിടയ്ക്ക് കേൾക്കുന്നുണ്ടല്ലോ. പക്ഷേ ഇത് 12 വയസ്സുകാരി എന്ന് പറയുമ്പോൾ 4 മാസം പ്രായമുള്ള കുട്ടീനെ കിണറ്റിലിടുക എന്ന് പറയുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ ഷോക്കായിരുന്നു. എങ്ങോട്ടാണ് പോകുന്നത്, എന്താണ് നടക്കുന്നത്, എന്തുകൊണ്ടാണ് ഇത് നടക്കുന്നത്? ഈ 12 വയസ്സുകാരി ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനെപ്പറ്റി പറയുന്നതിനും സംസാരിക്കുന്നതിനൊക്കെ അതിന് ബുദ്ധിമുട്ടുണ്ട്. കാരണം പ്രായം ഉറയ്ക്കാത്ത അല്ലെങ്കിൽ ബുദ്ധി വെക്കാത്ത, തിരിച്ചറിവില്ലാത്ത പ്രായത്തിൽ സംഭവിച്ചൊരു കാര്യമാണിത്. അപ്പം നമുക്ക് ആദ്യം കേസ് എന്താണെന്നുള്ളതൊന്ന് കേൾക്കാം. തന്നോടുള്ള സ്നേഹം കുറയുമെന്ന പേടിയിൽ 12 വയസ്സുകാരി 4 മാസം പ്രായമുള്ള കുഞ്ഞിനെ കൊന്ന വാർത്ത അക്ഷരാർത്ഥത്തിൽ കേരളത്തിനെ ഞെട്ടിച്ചിരുന്നു. അപ്പം തന്നോടുള്ള സ്നേഹം കുറഞ്ഞു പോയി കുടുംബാംഗങ്ങൾക്ക് എന്നതിൻ്റെ പേരിലാണ് ഈ 4 മാസം പ്രായമുള്ള കുട്ടീനെ ആക്കിയത്. അപ്പോൾ ഇവിടെ കുടുംബാംഗങ്ങൾ എന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് വന്നു അല്ലേ. അപ്പം അത് ഈ കുട്ടി 12 വയസ്സുള്ള കുട്ടിയും 4 മാസം തമ്മിലുള്ള കുട്ടിയുടെയും ഒരു റിലേഷൻഷിപ്പ് ശരിക്കും ഒരു ലൈക്ക് എന്താ പറയുക, ചേച്ചി അനിയൻ ഓർ അനിയത്തി ബന്ധമല്ല. അവരെങ്ങനെയാന്ന് വെച്ചാൽ കുട്ടി ഒരു ശരിക്കും പറഞ്ഞ ഒരു ബ്രോക്കൺ ഫാമിലിയാണ്. അതായത് അമ്മ ഒരു 2 വർഷം മുമ്പ് സെപ്പറേഷനാണ്. ഇപ്പോൾ ഒരു 3 months ആയി അച്ഛൻ മരിച്ചിട്ട്. ആ കുട്ടിയോട് കൂടുതൽ വാത്സല്യവും സ്നേഹവും കാണിക്കുമ്പോൾ അപ്പോൾ ബ്രോക്കൺ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ അച്ഛനും അമ്മയും സെപ്പറേറ്റഡ് ആണ്. 2 വർഷമായിട്ട് അമ്മ സെപ്പറേറ്റഡ് ആയിട്ടാണ് നിൽക്കുന്നത്. അച്ഛൻ്റെ കൂടെയാണ് കുട്ടി നിൽക്കുന്നത്. അച്ഛൻ മരിച്ചിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 3 മാസമായിട്ടുണ്ട്. അപ്പോൾ ആ കുട്ടി എനിക്ക് തോന്നുന്നു ഈ ഫാമിലീൻ്റെ കൂടെയാണ് നിൽക്കുന്നത്. അപ്പോൾ കുട്ടി അച്ഛനും ഇല്ല അമ്മയും ഇല്ല. അപ്പോൾ കുട്ടി ഏറ്റവും കൂടുതൽ സ്നേഹം, അല്ലെങ്കിൽ അച്ഛൻ മരിച്ച സമയത്തോ അല്ലെങ്കിൽ അമ്മ പോയ സമയത്തോ ചിലപ്പോൾ ഈ ഹോൾ ഫാമിലി ഈ കുട്ടീനെ ഒരുപാട് സ്നേഹിച്ച് കൂടെ ഇങ്ങനെ ചേർത്ത് വെച്ച്. പക്ഷേ പിന്നൊരു ചെറിയ വാവ് വന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ഈ അറ്റൻഷൻ അല്ലെങ്കിൽ ലവ് അല്ലെങ്കിൽ കെയർ എന്ന് പറയുന്നത് ആ വാവയ്ക്ക് പോയ സമയത്തായിരിക്കാം ഈ കുട്ടിക്ക് ഈ റിവെഞ്ച് ആറ്റിറ്റ്യൂഡ് വന്നിട്ടുള്ളത്. ഈ ഒരു കേസിന് നമുക്ക് ഈ കുട്ടീനെ കുറ്റം പറയാൻ പറ്റില്ല, അല്ലെങ്കിൽ കുട്ടി ചെയ്തത് ശരിയാണ് എന്നല്ല ഞാൻ പറയുന്നത്. ഈ ഒരു കേസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഫസ്റ്റ് തിങ്, കുട്ടി തീരെ മെച്യൂർ ആയിട്ടുള്ള ഒരാളല്ല. അപ്പോൾ കുട്ടിക്ക് സ്നേഹം എന്താ, ഇഷ്ടം എന്താണ്, കെയർ എന്താണ് എന്ന് മനസ്സിലാക്കാനുള്ളൊരു ബുദ്ധി കുട്ടിക്ക് വന്നിട്ടില്ല. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മളിപ്പോൾ ചെറിയ കാര്യങ്ങളില്ലേ, ഈ പ്രായത്തിലുള്ള കുട്ടികളെ വെച്ചുകൊണ്ട് ഒരു കുഞ്ഞു വാവയ്ക്ക് ഉമ്മ വെച്ചാലും, അല്ലെ അവർക്കൊരു ടോയ് വാങ്ങിയാലും, അവർക്ക് നല്ല വസ്ത്രങ്ങൾ വാങ്ങിയാലും, അവരെ കുറച്ച് സ്നേഹിച്ചാലും ലാളിച്ചാലും നമ്മൾ ബേസിക്കലി കരുതുക എന്താണെന്ന് വെച്ചാൽ, എന്നേക്കാൾ സ്നേഹം ഒരു പെർട്ടിക്കുലർ പ്രായത്തിൽ സ്നേഹം ഇതാണ്, അല്ലെങ്കിൽ എന്നെ സ്നേഹിക്കുന്നുണ്ട്, ഇതൊന്നും മനസ്സിലാക്കാനുള്ളൊരു തിരിച്ചറിവ് ആ കുട്ടിയിലോട്ടോ അല്ലെങ്കിൽ കുട്ടിയിലോട്ടോ എത്തില്ല. ഇപ്പോൾ വലിയ ആൾക്കാർക്ക് തന്നെ സ്നേഹം മനസ്സിലാക്കാൻ ഭയങ്കര പാടാണ്. കാരണം ഓരോരുത്തരുടെ പേഴ്സ്പെക്റ്റീവിലും സ്നേഹം വേറെ വേറെയാണ്. അപ്പോൾ ആ രീതിയിൽ അവർക്ക് സ്നേഹം കിട്ടുമ്പോൾ മാത്രമേ അവർ സ്നേഹം സാറ്റിസ്ഫൈഡ് ആവും. അപ്പോൾ ദിസ് ഈസ് പ്യുവർലി കുട്ടിക്ക് കിട്ടേണ്ട അറ്റൻഷൻ കിട്ടാണ്ട് വരുന്ന സമയത്ത് കുട്ടിക്ക് തോന്നുന്ന ഒരു റിവെഞ്ചിൽ വന്നിട്ടുള്ളൊരു കാര്യമാണ്. ആൻഡ് മോർ ഓവർ ഷീ ഈസ് ഫ്രം എ ബ്രോക്കൺ ഫാമിലി. പിന്നെ എനിക്ക് ആരുമില്ല, അത് ഈ ഒരു കുട്ടി കാരണം എന്ന് തോന്നുന്ന സമയത്ത് വരുന്നൊരു റിവെഞ്ചാണ്. അപ്പോൾ ഇങ്ങനത്തെയൊക്കെ കേസിൽ ഫാമിലി മെമ്പേഴ്സ് കുറച്ചും കൂടെ ഒരു ശ്രദ്ധ കൊടുക്കണമായിരുന്നു. കാരണം വാക്സിൻ ഉൾപ്പെടെയുള്ള ഡോക്യുമെന്റ്സ് ഒക്കെ നശിപ്പിക്കുന്ന ഒരു സാഹചര്യം മുന്നേ ഉണ്ടായിട്ടുണ്ട്. അത് ഒക്കെ അന്വേഷണത്തിൽ മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ചെറിയ ചെറിയ രീതിയിൽ ഈ കുട്ടി റെസ്പോണ്ട് ചെയ്തിരുന്നു. അത് പക്ഷേ പ്രത്യക്ഷത്തിൽ കുടുംബക്കാർ തന്നെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഈ കുട്ടിക്ക് ഈ വാവയുടെ അടുത്ത് ചെറിയൊരു റിവെഞ്ച് ഉണ്ടായിരുന്നു എന്ന്. കാരണം ഈ 4 മാസം പ്രായമുള്ള കുട്ടിയുടെ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് ഒക്കെ നശിപ്പിച്ച് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊരു 12 വയസ്സുകാരിയുടെ ഭാഗത്ത് നിന്നാവുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടിയിരുന്നു. പക്ഷേ ഒരു മനുഷ്യനും വിചാരിക്കുന്നില്ലല്ലോ 12 വയസ്സും പ്രായമുള്ള ഒരു കുട്ടി ഈ ഒരു രീതിയിൽ പെരുമാറുമെന്നുള്ളതാരും പ്രതീക്ഷിക്കുന്നുമില്ല. ഈ ഒരു ശരിക്കും പറഞ്ഞാൽ പാരൻറ്റിങ്ങിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പാരൻറ്റിങ് എന്ന് പറയുന്ന ഒരു വിഷയത്തെ പറ്റി തന്നെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. കാരണം നമ്മൾ ഒരു ചെറിയ പ്രായത്തിലുള്ള ഒരാൾക്ക് കൊടുക്കുന്ന ഒരു കെയറും ലവും
എത്രത്തോളം ബാധിക്കുന്നു. ചില ആൾക്കാർ എന്ത് ചെയ്യുന്നു കരുതുക, 2 കുട്ടികളും ഒരേ പ്രായം എന്ന് വെച്ചാൽ ഒരാളൊരു 3 വയസ്സാകുമ്പോൾ തന്നെ എനിക്കൊരു ചെറിയ വാവ ഉണ്ടാവുകയാണെങ്കിൽ ഇവർക്ക് ഒരുമിച്ച് കളിച്ച് വളരാലോ എന്നതിൻ്റെ പേരിൽ വരും. അത് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. എന്നാൽ ഒരു 3-ാം ക്ലാസ് അല്ലെങ്കിൽ ഒന്ന് സ്കൂളിൽ പോയി തുടങ്ങിയിട്ട് അടുത്ത വാവയാവാലോ, അവിടെയും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പം ഇങ്ങനത്തെ കുറേ ഇഷ്യൂസിനെ പറ്റി നമ്മൾ കുറേ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇപ്പം എൻ്റെ അടുത്ത് തന്നെ വളരെ കുട്ടികൾ കൗൺസിലിങ്ങിന് വരുമ്പോൾ പറയുന്ന വൺ ഓഫ് ദ മെയിൻ റീസണാണ്, ഏട്ടന് എല്ലാം കൊടുക്കും എനിക്കൊന്നും തരില്ല, അല്ലെങ്കിൽ അനിയത്തിക്ക് എല്ലാം കൊടുക്കും എനിക്കൊന്നും തരില്ല. അനിയത്തിനോട് ചൂടാവില്ല, എന്നോട് ചൂടാവും, ഏട്ടനോട് ചൂടാവും. അപ്പം വെരി കുഞ്ഞു കാര്യങ്ങൾ ഫ്രം ദ പാരൻസ് സൈഡ് കുട്ടികൾ നോട്ടീസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഈ ഒരൊറ്റ കേസിൽ നിങ്ങളെല്ലാവരും ശ്രദ്ധയിൽ വെക്കണം. പിന്നെ ഇവിടെ അടുത്തത് ഈ കേസിൽ പറയുന്നത് ഈ ജുവനൈൽ ജസ്റ്റിസ് ആക്ടിൻ്റെയും ചൈൽഡ് ഇൻ കോൺഫ്ലിക്റ്റ് വിത്ത് ലോ റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് കുട്ടീനെ പണിഷ് ചെയ്യാൻ പറ്റുന്നൊന്നുമില്ല. ഒരു റീഹാബിലോട്ട് മാറ്റുക, അതിൻ്റെ ബിഹേവിയറൽ പ്രോബ്ലംസും അല്ലെങ്കിൽ ബിഹേവിയറൽ തെറാപ്പീസൊക്കെ കൊടുത്തിട്ട് കുട്ടീനെ ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളൊരു ഓപ്ഷൻ മാത്രമേ നമുക്ക് കറൻ്റ് ഈ പർട്ടിക്കുലർ കേസിൽ ചെയ്യാൻ പറ്റൂ. ഈ മുഴുവൻ കേസ് ഡിസ്കസ് ചെയ്യുമ്പോൾ ലൈക്ക് എവിടെ നിന്നാണ് ഈ ബുദ്ധി വന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഞാൻ സത്യം പറഞ്ഞത് ആലോചിക്കുന്നത്, ഒരു 12 വയസ്സുകാരി കുട്ടിക്ക് ഒരു കുട്ടീനെ എടുത്ത് 4 മാസം, എനിക്കൊന്നും സത്യം പറയും പ്രായമായിട്ടും ചെറിയ മക്കളെടുക്കുമ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനാണ്, തലയുറച്ചോ അല്ലെങ്കിൽ ഇനി എൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും പറ്റുമോ. അപ്പോൾ ഒരു 12 വയസ്സുകാരി കുട്ടിക്ക് ഒരു കുട്ടീനെ എടുത്ത് കൊണ്ടുപോയി കിണറ്റിലിടാൻ മാത്രമുള്ള റിവെഞ്ച് ആറ്റിറ്റ്യൂഡ് എവിടെ നിന്ന് വന്നു, അല്ലെ എവിടെ നിന്ന് ആ ബുദ്ധി വന്നു, എങ്ങനെ ആ കുട്ടി ചെയ്തു? അച്ഛൻ്റെ അമ്മേനും കൂടെ കടന്നുറങ്ങിയ കുട്ടീനെ എടുത്തുകൊണ്ട് പോകുമ്പോൾ ഓട്ടോമാറ്റിക്കലി കുട്ടി കരയില്ലേ? കാരണം ഒരു വലിയ ആൾ എടുക്കുമ്പോൾ എത്രത്തോളം കെയർ ചെയ്തെടുക്കും. ചെറിയൊരു കുട്ടി എടുക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ ഷിവറൊക്കെ ചെയ്യുമ്പോൾ കുട്ടിക്ക് അറിയില്ലേ? അത് ഇവർ നോട്ടീസ് ചെയ്യില്ലേ? അല്ലെ കിണറ്റിൻ്റെ ഹൈറ്റ് നിന്ന് ഇടാൻ മാത്രമുള്ള, സത്യം പറഞ്ഞാൽ എനിക്ക് ഈ കേസിനെ പറ്റി ഒന്നും മനസ്സിലാവുന്നില്ല. ഐ ആം സ്റ്റിൽ ഇൻ എ കൺഫ്യൂസ് വേ ഓഫ് തിങ്കിങ്. കുറേ ഇരുന്ന് ഞാൻ ഈ കേസിനെ കുറിച്ച് ആലോചിച്ച് എങ്ങനെ ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്. ഇതിന് എന്തെങ്കിലും സ്റ്റോറി വേറെ ഉണ്ടോ, വേറെ എന്തെങ്കിലും ബാക്ക് സ്റ്റോറീസ് ഉണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. ബട്ട് ഐ don't know what this world is gonna be. ഇനി ഇങ്ങോട്ട് പോവുകയാണെങ്കിൽ ഈ ലോകം എന്താവും എന്നുള്ള കാര്യത്തെക്കുറിച്ചിട്ട് എനിക്ക് പ്രത്യേകിച്ച് ഒരു ഐഡിയ ഇല്ല. ബിക്കോസ് ലെറ്റ്സ് വെയിറ്റ് ആൻഡ് വാച്ച്.